ഞാൻ ഡോക്ടർ രശ്മി മഹ്മൂദ്, ഹോമിയോപ്പതി കൺസൾട്ടൻറ്റും ന്യൂട്രീഷനിസ്റ്റുമാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പെൺകുട്ടികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഹോർമോണൽ ഡിസോർഡറിനെ പറ്റിയാണ്. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PCOS. ഈ PCOS നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ക്രൈറ്റീരിയാസ് ഉണ്ട്, അതായത് 3 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുമ്പോൾ നമ്മൾ സ്കാനിങ്ങിൽ നമ്മുടെ അണ്ഡാശയം പോളിസിസ്റ്റിക് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് തന്നെ ക്രമം തെറ്റിയിട്ടുള്ള ആർത്തവ ചക്രമായിരിക്കും ഉണ്ടാവുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മെയിൽ ഹോർമോണായിട്ടുള്ള ആൻഡ്രോജൻ സ്ത്രീകളിൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടും. അപ്പോൾ അതിൻ്റെ ബ്ലഡ് റിപ്പോർട്ടിൽ ആൻഡ്രോജൻ ലെവൽ കൂടുതലാണെന്നുള്ള റിപ്പോർട്ട്. ഈ 3 കാര്യത്തിൽ ഏതെങ്കിലും 2 എണ്ണം ഉണ്ടെങ്കിലാണ് നമ്മൾ PCOS ഡയഗ്നോസ് ചെയ്യുക. ഇനി PCOSൽ എന്തൊക്കെ സിംറ്റംസ് ആണുള്ളതെന്ന് നോക്കാം. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സിംറ്റമാണ് ക്രമം തെറ്റിയുള്ള ആർത്തവ ചക്രം. അത് അണ്ഡാശയത്തിൽ നിന്ന് പ്രോപ്പറായിട്ട് ഓവുലേഷൻ നടക്കാത്തത് കാരണമാണ് മെയിനായിട്ട് ഈ ഒരു ആർത്തവ ചക്രം ഇറഗുലറായിട്ട് വരുന്നത്. ചിലർക്ക് 2-3 മന്ത്സ് കൂടുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ 4-5 മന്ത്സിന് ശേഷമൊക്കെ ആയിരിക്കാം ആർത്തവം വരുന്നുണ്ടാവുക. അങ്ങനെയുള്ള കേസിൽ കൂടുതലായിട്ടും കുറേ നാൾ ഈ ബ്ലീഡിങ് നീണ്ടു നിൽക്കുകയും ചെയ്യും. അങ്ങനെയുള്ള പേഷ്യൻസിന് പിന്നീട് രക്തക്കുറവും അത് കാരണമുള്ള ബുദ്ധിമുട്ടുകളും വേറെ ഉണ്ടാവും. അതുപോലെ ചില സിവിയറായിട്ടുള്ള കേസുകളിൽ 40 വയസ്സിന് മുമ്പേ തന്നെ സ്ത്രീകളിൽ മെൻസസ് നിന്നിട്ട് ആ ഒരു കണ്ടീഷൻ മെനോപോസ് നേരത്തെ വരുന്നൊരു കേസും ഉണ്ടാവാറുണ്ട് റെയറായിട്ട്. പിന്നെ മറ്റൊരു സിംറ്റം എന്ന് പറയുന്നത് പുരുഷ ഹോർമോണായിട്ടുള്ള ആൻഡ്രോജൻ്റെ അളവ് സ്ത്രീകളിൽ വളരെ കൂടുതലായിരിക്കും. അത് കാരണം തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതായത് അമിതമായ മുഖത്ത് അമിതമായ രോമ വളർച്ച ഉണ്ടാവുക, അമിതവണ്ണം, അതുപോലെ കഴുത്തിന് പിറകിലൊക്കെ കറുപ്പ് നിറം ഉണ്ടാവുക. അങ്ങനെയുള്ള കുറേ സിംറ്റംസ് ഈ പുരുഷ ഹോർമോൺസ് കൂടുതലായത് കാരണം ഉണ്ടാവാറുണ്ട്. അതൊക്കെ കൗമാരക്കാരിലാണ് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന സിംറ്റംസാണ് ഈ ഒരു കാര്യം. അമിതമായിട്ടുള്ള ഈ ഒരു ഫേഷ്യൽ ഹെയർ ഗ്രോത്തും പിന്നെ മുഖക്കുരു കൂടുതൽ, അമിതവണ്ണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൗമാരക്കാരിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ കൗമാരം കഴിഞ്ഞൊരു യൗവനത്തിലോട്ട് കടക്കുമ്പോൾ PCOS കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ മെയിനാണ് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത. അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അണ്ഡാശയത്തിൽ നിന്ന് ഓവുലേഷൻ പ്രോപ്പറായി നടക്കാത്തത് കൊണ്ടും ആർത്തവ ചക്രം ക്രമം തെറ്റിയൊക്കെ വരുന്നത് കാരണമാണ് മെയിനായിട്ടും പ്രഗ്നൻസി അറ്റൈൻ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള കോൺസിക്വൻസസ് എന്ന് പറയുന്നത് PCOSൻ്റെ. ഇനി PCOSന് ലോങ് ടേം ആയിട്ടുള്ള കുറച്ച് കോൺസിക്വൻസസ് ഉണ്ട്. ലോങ് ടേം കോൺസിക്വൻസസ് എന്ന് പറയുമ്പം നമ്മൾ ദീർഘകാലം കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം വരാവുന്ന സിംറ്റംസ്. ഒരു PCOS ഉള്ള സ്ത്രീകളിൽ ഒരു 50% ആൾക്കാർക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളൊരു കണ്ടീഷൻ വന്നിട്ട് ബ്ലഡ് ഷുഗർ വളരെ ഹൈ ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൃദ്രോഗം, പിന്നെ ഹൈപ്പർ ടെൻഷൻ, അത്തരം അസുഖങ്ങളൊക്കെ ഈ ഒരു PCOS ഉള്ള ലേഡീസിന് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സ്ഥിരമായ ഒരുപാട് കാലം ഇങ്ങനെ ക്രമം തെറ്റിയിട്ടുള്ള ആർത്തവ ചക്രം കാരണം ഇവരുടെ ഗർഭപാത്രത്തിലെ ഭിത്തിയിൽ, അതായത് എൻഡോമെട്രിയലിന് തിക്നെസ് വന്നിട്ട് ഒരു തടിപ്പ് വന്നിട്ട് എൻഡോമെട്രിയൽ ക്യാൻസർ ആവാനുള്ള സാധ്യതയും കാണപ്പെടാറുണ്ട് PCOS പേഷ്യൻസിൽ. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്. ഇനി നമുക്ക് PCOSൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനിനെ കുറിച്ച് പറയാം. മെയിൻ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് മെഡിക്കേഷൻ കൂടാണ്ട് അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് മെഡിക്കേഷൻ, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സസൈസ്, കൃത്യമായ എക്സസൈസ്, അതുപോലെ കൃത്യമായ ഒരു ഡയറ്റ് പ്ലാനും PCOSന് വളരെ അത്യാവശ്യമാണ്. ഇപ്പം എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു 30 മിനിറ്റ്സെങ്കിലും ഡെയിലി എക്സസൈസ് ചെയ്യുക. വീക്കിലി ഒരു 6 ഡേയ്സ് എങ്കിലും മിനിമം നമ്മൾ 30 മിനിറ്റ്സ് വെച്ചിട്ട് എക്സസൈസ് ചെയ്യണം. അപ്പോൾ പലരും ചില പേഷ്യൻസൊക്കെ ക്ലിനിക്കിലൊക്കെ ചോദിക്കാറുണ്ട്, നമ്മൾ ലീൻ PCODs ഉണ്ട്, അതായത് മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർ, PCOS ഒക്കെ ഉള്ള മെലിഞ്ഞ ആൾക്കാർക്ക് എക്സസൈസ് ചെയ്യേണ്ടതുണ്ടോ, വണ്ണം കുറയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. ഇവിടെ നമുക്ക് പറയാനുള്ളത്, നമ്മൾ PCOS പേഷ്യൻസിനോട് വെയിറ്റ് കുറക്കാൻ എക്സസൈസ് ചെയ്യാൻ പറയുന്നത് വെയിറ്റ് കുറക്കാൻ വേണ്ടി മാത്രമല്ല. നമ്മൾ മെയിനായിട്ട് ഓഫ് കോഴ്സ് നമ്മൾ നല്ല ഒബീസ് ആയിട്ടുള്ള ആൾക്കാർ വെയിറ്റ് കുറയ്ക്കുക തന്നെ ചെയ്യണം. ഒരു 10-15% അവർ ബോഡി വെയിറ്റ് കുറയ്ക്കുക തന്നെ ചെയ്യണം. പക്ഷേ ലീൻ പേഷ്യൻസിനും നമ്മൾ എക്സസൈസ് പറയുന്നുണ്ട്. മെയിനായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസിൽ കൂടാണ് നമ്മൾ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞല്ലോ, PCOS പേഷ്യൻസിന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായിട്ട് ബ്ലഡിൽ ഷുഗറിൻ്റെ ലെവൽ വളരെ കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കേസസിൽ ആ ഒരു ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനും എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രോജൻ്റെ അളവ് സ്ത്രീകളിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുവഴി നമുക്ക് ഒരു ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്, അതുപോലെ തന്നെ മുഖക്കുരു,
പിന്നെ കഴുത്തിന് പിറകിലുള്ള ഒരു കറുപ്പ് നിറം, അങ്ങനെയുള്ള കുറേ സിംറ്റംസ് ഉണ്ട് ഈ മെയിൽ ഹോർമോൺ കൂടിയത് കാരണമുള്ള. അത്തരം സിംറ്റംസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ നമ്മുടെ ഓവറി അണ്ടാശയത്തിൻ്റെ ഓവറോൾ ഹെൽത്തിനും പ്രോപ്പറായിട്ട് അതിൽ നിന്ന് അണ്ടം വികസിച്ച് ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടും അത് ത്രൂ നമുക്കൊരു മെൻസസ് ഒക്കെ നോർമലായിട്ട് അറ്റൈൻ ചെയ്യാനും പ്രഗ്നൻസി അറ്റൈൻ ചെയ്യാനും ഒക്കെ എക്സസൈസിൽ കൂടിയും അതിനൊരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് എക്സസൈസിന്. അതുകൊണ്ട് ലീൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും വണ്ണമുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ നമ്മൾ എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്യാം. ലീൻ പേഷ്യൻസ് കൂടുതലും സ്ട്രെങ്തനിങ് എക്സസൈസ് ഒക്കെ ചെയ്യാം. പിന്നെ ഉള്ളതാണ് ഡയറ്റ്. PCOSന് ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണുള്ളത്. നമുക്ക് കുറേ കാര്യങ്ങൾ കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ടെൻഷനാണ് പലർക്കും PCOS പേഷ്യൻസിന്. പക്ഷേ നമ്മൾ ചിട്ടയായ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അപ്പം നമുക്ക് കഴിക്കാൻ പാടില്ലാത്തത് PCOSന് മാത്രമല്ല മിക്ക ജീവിതശൈലി രോഗങ്ങൾക്കും മെയിനായിട്ട് ഷുഗർ നമ്മൾ നന്നായിട്ട് ഫുള്ളി അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക. പിന്നെ അതുപോലെ ഷുഗർ എന്ന് പറയുമ്പം ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സും അതൊക്കെ പെടും. ഇപ്പം നമ്മൾ ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞ് കിട്ടുന്ന കാര്യങ്ങളും മിക്കതിലുമുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സും നമുക്ക് എന്താ പറയുക ഡേഞ്ചറസ് തന്നെയാണ്. പിന്നെ അതുപോലെ ഡേറ്റ്സ് കഴിക്കാമോ, ഹണി, ഡേറ്റ് സിറപ്പ് അതൊക്കെ പറ്റുമെന്ന് ചോദിക്കാറുണ്ട് PCOS പേഷ്യൻസ്. അതും ഒഴിവാക്കുക, കാരണം ഷുഗർ കണ്ടൻറ്റ് അതിലൊക്കെ കൂടുതലുണ്ട്. പിന്നെ ഉള്ളത് മൈദ. ഓഫ് കോഴ്സ് മൈദ, ബേക്കറി ഐറ്റംസ്, മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ബേക്കറി ഐറ്റംസ് ആണെങ്കിലും പൊറോട്ട, ബ്രെഡ്, അങ്ങനെ കുറേ നമ്മൾ ജീവിതത്തിൽ യൂസ് ചെയ്യുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഒഴിവാക്കേണ്ടതാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഡാൽഡ, ഈ പാം ഓയിൽ, റിഫൈൻഡ് ഓയിൽസ് അതൊക്കെ ഒഴിവാക്കുക. പിന്നെ പാലുൽപ്പന്നങ്ങൾ അതൊക്കെ PCOS പേഷ്യൻസിന് ഒഴിവാക്കുന്നതാണ് നല്ലത്. പാലുൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ചീസ്, ബട്ടർ, കേർഡ് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുക. പക്ഷേ ഗീ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഗീ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഗുഡ് ഫാറ്റ് ഉണ്ട്, അതായത് ഈ അവക്കാഡോസിൽ, പിന്നെ ആൽമണ്ട്സ്, ഫ്ലാക്സ് സീഡ്സിലൊക്കെ ഉള്ളത് ഒരു ഫാറ്റ് ആണെങ്കിലും ഇറ്റ്സ് എ ഗുഡ് ഫാറ്റാണ്. അപ്പം കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നമുക്കത് കഴിക്കാം. പിന്നെ ഫ്ലാക്സ് സീഡൊക്കെ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ മോര് വെള്ളത്തിലൊക്കെ സോക്ക് ചെയ്തിട്ട് ഒരു 5 minutes ബിഫോർ സോക്ക് ചെയ്ത് വെക്കുക. കഴിക്കുന്നതിൻ്റെ ഒരു 5 minute മുമ്പേ സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് കുടിക്കാം. അതൊക്കെ ഗുഡ് ഫാറ്റിൽ പെടുന്നതാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നതുമുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് PCOSനൊരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുകയാണെങ്കിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാനൊരു ജസ്റ്റ് ഒരു 1-2 ഓപ്ഷൻസ് പറയാം. ഏറ്റവും നല്ലത് നമ്മളൊരു 3 or 4 times ഫുഡ് കഴിക്കുക എന്നുള്ളതിനേക്കാളും ഒരു 6 times നമ്മൾ ഫുഡ് കഴിക്കുക. എന്നുവെച്ചാൽ 6 times ഫുഡായിട്ടല്ല, നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിലുള്ളത് കഴിക്കുകയാണ് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് നമ്മൾ രാവിലെ എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് ഉലുവ വെള്ളം, അതായത് ഉലുവ ചതച്ചിട്ടുള്ള വെള്ളം കുടിക്കുക. ഒരു ടൈം അതായി. പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് കഴിക്കാം. ഒരു എഗ് വൈറ്റ്, 2 to 3 എഗ് വൈറ്റ്സ് ഒക്കെ കഴിക്കാം. പ്രോട്ടീൻ റിച്ച് ഫുഡൊക്കെ PCOSന് വളരെ നല്ലതാണ്. അതുകൊണ്ട് എഗ് വൈറ്റ് കഴിക്കാം. അല്ലെങ്കിൽ ഉള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ചെറുപയറോ കടലയോ നമ്മൾ ബോയിൽ ചെയ്ത് കഴിക്കാം. ഇനി ബോയിൽ ചെയ്തിട്ടല്ല എങ്കിൽ ചെറുപയറൊക്കെ അരച്ചിട്ട് ദോശയായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അതും നല്ലൊരു ഡയറ്റ് പ്ലാനാണ്, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ്. പിന്നെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റീൽ കട്ട് ഓട്സ്. അത് നമുക്ക് ഓട്സായിട്ട് അങ്ങനെ കഴിക്കാം. പിന്നെ അല്ലെങ്കിൽ റവ ടൈപ്പായിട്ട് കഴിക്കാം. സൂചി റവയൊക്കെ കൊണ്ടാണെങ്കിലും നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. സൂചി റവയിൽ കുറേ കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുള്ളൊരു ഉപ്മാവാകുമ്പോൾ നല്ലൊരു ഹെൽത്തി ഓപ്ഷനാവും. അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. പക്ഷേ വെജിറ്റബിൾസ് കൂടുതൽ ഉൾപ്പെടുത്താം. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു പ്ലാൻ. ഫസ്റ്റ് നമ്മളൊരു ഉലുവ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഒരു വെള്ളം കുടിക്കുക. സെക്കൻഡ് ഓപ്ഷനാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ. പിന്നെ തേർഡ് ടൈം നമ്മൾ എന്തെങ്കിലും, ഇപ്പോൾ സമ്മർ ആണെങ്കിൽ ആ ഒരു ഒക്കേഷനിൽ നമുക്ക് യൂസ് ചെയ്യാം. മോര് വെള്ളമോ അങ്ങനെ എന്തെങ്കിലും വെള്ളം കുടിക്കാം. പിന്നെ സിനമൺ വാട്ടറോ അങ്ങനെയൊക്കെ കുടിക്കാം. ഇനി അതല്ലെങ്കിൽ ആ ഒരു സമയത്ത് എന്തെങ്കിലും പീനട്ട്, കടലയോ അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സൊക്കെ ഒരു 2-3 എണ്ണൊക്കെ മതി. നട്ട്സ്, ബദാം, വാൽനട്ടൊക്കെ ആണെങ്കിൽ അത്രയും ക്വാണ്ടിറ്റി മാത്രം മതി, അത് കഴിക്കാം. അതാണ് തേർഡ് ഓപ്ഷൻ. ഇനി ഫോർത്ത് ഫുഡ് എന്ന് പറയുന്നത്, അത് ഫോർത്ത് മീൽ എന്ന് പറയുന്നത് നമ്മുടെ ലഞ്ചാണ്. ലഞ്ചിൽ നമ്മൾ കുറഞ്ഞ ചോറ് കഴിക്കാം, ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റി, ഒരു പിടി ചോറൊക്കെ കഴിക്കാം. അതിൻ്റെ കൂടെ നമ്മൾ കൂടുതലായിട്ടും അവിയൽ, സാമ്പാർ പോലുള്ള കറികൾ, അത് തന്നെ ലെസ് സോൾട്ട് കുറച്ചിട്ടും ഓയിലും കുറച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അവിയലും അങ്ങനെയുള്ള സാലഡ്സ് ആണെങ്കിൽ അത് ഉൾപ്പെടുത്താം. പിന്നെ അതേപോലെ ലീഫി വെജിറ്റബിൾസ്, നമ്മൾ ഇലക്കറികൾ, പച്ചക്കറികളിൽ ഇലക്കറികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കുറേ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതിൽ പക്ഷേ സ്വീറ്റ് പൊട്ടറ്റോ കുറച്ചുകൂടെ നല്ലതാണ്. കപ്പ അങ്ങനെയുള്ളതിനേക്കാളും സ്വീറ്റ് പൊട്ടറ്റോ കുറച്ചുകൂടെ നമുക്ക് ഉൾപ്പെടുത്താം. വീക്ക്ലി ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഒരു ഫിഫ്ത്ത്
മീൽ എന്ന് പറയുന്നത് നമുക്കൊരു ഗ്രീൻ ടീ, ഒരു ഈവനിങ് ടൈമിൽ ഒരു ഗ്രീൻ ടീയോ അല്ലെങ്കിൽ മോരുവെള്ളം നേരത്തെ കുടിച്ചിട്ടില്ലെങ്കിൽ മോരുവെള്ളമോ അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് വാട്ടർ, പിന്നെ കട്ടൻ ചായ അങ്ങനെ കുടിക്കുന്നവർക്ക് വേണമെങ്കിൽ അതൊരു ഓപ്ഷനായിട്ട് കുടിക്കാം. പക്ഷെ കൂടുതൽ നല്ലത് എപ്പോഴും ബെറ്റർ ഗ്രീൻ ടീ ആണ്, അല്ലെങ്കിൽ മോരുവെള്ളമാണ് നല്ലത്. പിന്നെ ഉള്ളതാണ് ഡിന്നർ. അത് നേരത്തെ കഴിക്കുക. ഡിന്നർ ഓപ്ഷൻസ് നമ്മൾ എന്താ പറയുക, വെജിറ്റബിൾ സാലഡ്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ കഴിക്കാം. പക്ഷേ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമ്മൾ നല്ല ഷുഗർ കണ്ടൻ്റ് ഉള്ള ജാക്ക് ഫ്രൂട്ട്, ചക്ക, മാങ്ങ അങ്ങനത്തെ ഫ്രൂട്ട്സ് കഴിക്കാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇത്രയാണ് ഒരു 6 ടൈം ഉള്ളൊരു മീൽ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് PCOS എന്ന് പറയുമ്പോൾ നമ്മൾ മെഡിക്കേഷനിൽ കൂടെ മാത്രമല്ല, ഇതൊരു ജീവിതശൈലി രോഗമായിട്ട് തന്നെയാണ് ഇതിനെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ്, അതിൻ്റെ കൂടെ തന്നെ പ്രോപ്പറായിട്ടുള്ള എക്സസൈസും മെഡിക്കേഷനും കൂടെ 3 കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനാണ് നമ്മൾ പറയുന്നത്. PCOS എന്നുള്ളത് നമ്മൾ സമൂഹത്തിൽ ഇപ്പം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹോർമോണൽ ഡിസോർഡറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അസുഖം വരാൻ നിൽക്കേണ്ട അതിനു മുമ്പേ തന്നെ പെൺകുട്ടികൾ ചിട്ടയായ ഒരു ഭക്ഷണക്രമവും പ്രോപ്പർ എക്സസൈസും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഹോർമോണൽ ഡിസോർഡർ നമ്മളെ ജീവിതത്തിലെ ഭാഗമാകാണ്ട് ശ്രദ്ധിക്കാവുന്നതാണ്. താങ്ക് യു.